എവിടെ പോയി ഒളിച്ചാലും കുരിയച്ചനെ ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി. അവനെ കണ്ടുപിടിക്കുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല. അവൻ ഈ കര വിട്ടിട്ടുണ്ടാവും. വാ. ഗോപൻ സാർ ഒരു പരാതി എഴുതി തന്നേ. അവന്റെ കാര്യം ഞാൻ ഏറ്റു. പക്ഷേ എന്റെ ഫോണിന്റെ കാര്യം പരാതി ഒന്നുമില്ല. കുരിയച്ചൻ എവിടെയുള്ളത് കണ്ടുപിടിച്ച് തന്നാൽ മതി. സാറിന്റെ ഫോൺ ഞാൻ അങ്ങ് തരും. ഉറപ്പാ? ആ, ഉറപ്പ്. ഓ ശരി. ഹലോ, നീ ആധാരമില്ലാത്ത സ്ഥലത്തിന് കച്ചവടം തുടങ്ങി. ഏത് സ്ഥലം? നിന്റെ നാടക നടിയില്ലേ രേവമ്മ, അവളെ കാണാൻ ഞാൻ പോവാടാ. അതെ, ഞാൻ ഹലോ ഹലോ. ഇത് ശരിക്കുള്ള ആധാരത്തിന്റെ കോപ്പിയാ സാറേ. മാമച്ചൻ പറഞ്ഞിട്ട് എടുത്തു കൊടുത്തതാ. ജോലി അഭിനയമായതുകൊണ്ട് ഒട്ടും കുറയ്ക്കണ്ട. തകർത്ത് അഭിനയിച്ചോ. പക്ഷെ ഈ പറയുന്ന സർവേ നമ്പറിൽ ഈ വട്ടക്കായലിന്റെ തെക്ക് കിഴക്ക് ഇങ്ങനെ ഒരു ഭൂമി ഇല്ല. കള്ളപ്പട്ടയം വെച്ച് പറ്റിച്ചതാ അല്ലേ? അയ്യോ സാറേ, മനസ്സവാച അറിയാത്ത കാര്യം പറയരുതെന്ന്. ഞങ്ങൾക്കാരെയും പറ്റിച്ചും കള്ളം പറഞ്ഞു ശീലമില്ല. ഞാനും എന്റെ ഭർത്താവും കൊല്ലങ്ങളോളം ഉറക്കമൊളച്ച് നാടകം കളിച്ച് ഊതി ഒരുക്കി ഉണ്ടാക്കിയ മണ്ണായത്. ഇവളെവിടെങ്കിലും പോയി രക്ഷപ്പെടത്തേന്ന് കരുതിയാ ഞാൻ. നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ നിങ്ങളെ ഭർത്താവ് ചതിയിൽപ്പെട്ടതാ. ഇത് സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയാ. വില്ലേജ് ഓഫീസിൽ കാശ് കൊടുത്ത് ഇല്ലാത്തൊരു സർവേ നമ്പറിൽ ഉണ്ടാക്കിയ കള്ളാധാരായത്. ഇത് വെച്ച് ഈ ഭൂമി വിൽക്കാൻ പറ്റത്തില്ല. കൈവശ അവകാശം കിട്ടാനുള്ള അത്രയും കാലം നിങ്ങളിവിടെ താമസിച്ചിട്ടുമില്ല. എപ്പോ വേണമെങ്കിലും സർക്കാരിനെ നിങ്ങൾ ഒഴിപ്പിക്കും. എന്താ? പിടിക്ക്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. രേവമ്മ ക്രോണിക് ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. കാർഡിയക് അറസ്റ്റാണ്. ഇവിടെ എത്തുന്നതിന് മുമ്പേ കുരിയച്ചൻ്റെ പരിപാടി ഇത് വിൽപ്പിക്കാതിരിക്കാൻ തന്നെയായിരുന്നു. രേഖകളിൽ എന്തെങ്കിലും കുഴപ്പം ചെയ്യാനായിരുന്നു വില്ലേജ് ഓഫീസിൽ ചെന്നത്. ഒന്നും വേണ്ടി വന്നില്ല. ഇത് പുറമ്പോക്ക് തന്നെ. കുരിയച്ചൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നു. ആഗ്രഹിച്ച ഒന്നും നേടാൻ പറ്റാതെ രേവമ്മ പോയി. പ്രസിഡന്റ് വിറക് എത്തിയിട്ടുണ്ട്. സുശീല, ആ തെക്കുവശം ഒന്ന് വൃത്തിയാക്കി എളുപ്പം.
കുര്യച്ചന്റെ മൊബൈലിൽ ലൊക്കേറ്റ് ചെയ്തു. ആള് ചിത്തിരക്കായലിലുണ്ട്. പിന്നെ എന്റെ ഫോൺ. എന്താണ്? കുരിയച്ചൻ്റെ ബോട്ട് ചിത്തിരക്കായലിലുണ്ട്. വാ. വെള്ളത്തിന്റെ മുട്ട് തട്ടാറായല്ലടാ. എന്നോടുള്ള നിന്റെ പക എനിക്ക് മനസ്സിലാവും. പക്ഷെ നീ അനുഭവിച്ചതെല്ലാം നിന്റെ തെറ്റുകൾക്ക് ദൈവം നിനക്ക് തന്ന ശിക്ഷയാ. അതിന് ഞാനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഈ ചുറ്റും കാണുന്ന വെള്ളമെല്ലാം നിനക്ക് കുടിക്കാനുള്ളതാ. അത് കുടിപ്പിക്കാനാ അവര് വരുന്നത്. ചുണ്ടൻ വെള്ളത്തിന് മുട്ടുതട്ടി കളി മുടക്കിയതിന് വാടാ.